മാംഗല്യം. എനിക്ക് ചെറിയ പ്രായം തൊട്ട് ജഗനെ വലിയ ഇഷ്ടമായിരുന്നു. എന്തോ വിവാഹം കഴിക്കുവാണെങ്കിൽ അത് ജഗനെ തന്നെ ആവണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. നയോമി പറഞ്ഞു തുടങ്ങിയതും ജാനിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു പോകും പോലെ തോന്നി. നയോമി, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല നിങ്ങൾക്കിടയിലേക്ക് വന്നത്. അന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. ജാൻവി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയിരുന്നു. താൻ ഇവർക്കിടയിൽ ഒരു അധികപ്പറ്റായി മാറിയോ എന്ന് പോലും ഒരു വേള അവൾ ചിന്തിച്ചു പോയിരുന്നു. ഇല്ല ജാൻവി, ഞാനിപ്പോ പൂർണ്ണമായും ഓക്കെയാണ്. പക്ഷെ ആദ്യമൊക്കെ എനിക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പതിയെ പതിയെ ഞാൻ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു. എന്നെപ്പോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് ജാൻവിയും. സാഹചര്യ നിമിത്തം വിവാഹം കഴിച്ചതാണെങ്കിൽ പോലും ചേരേണ്ടവർ നിങ്ങളായിരുന്നു. ഈശ്വരൻ വിധിച്ചത് നിങ്ങളെ രണ്ടാളെയും ഒന്ന് ചേർക്കാൻ വേണ്ടിയാണ്. ജഗനിപ്പോൾ വളരെ ഹാപ്പിയാണ്. ചിലപ്പോൾ എന്നേക്കാളും എന്തുകൊണ്ടും ജഗന് സ്യൂട്ടാവുന്നത് ജാൻവി തന്നെയായിരിക്കും. നയോമി ചെറിയ പുഞ്ചിരിയോടെ അത് പറഞ്ഞപ്പോൾ ജാൻവി ടേബിളിന്റെ മുകളിൽ നീട്ടിവെച്ചിരുന്ന നയോമിയുടെ കൈയിലേക്ക് സ്വന്തം കൈ ചേർത്ത് പിടിച്ചു. മെല്ലെ നയോമിയെ നോക്കി. പെട്ടെന്ന് എന്തു പറയണമെന്നറിയാതെ അവൾ തരിച്ചുപോയി. ജാൻവി ഷോപ്പിങ്ങിന് വന്നതായിരിക്കുമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നയോമി തിരിച്ചവളുടെ കയ്യിലും പിടിച്ചു. അതേ എന്ന് ഒറ്റ വാക്കിൽ ജാൻവി തന്റെ മറുപടി ഒതുക്കി. എങ്കിൽ പിന്നെ ഷോപ്പിംഗ് നടക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇന്ന് യാദൃശ്ചികമായി കണ്ടതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചതുപോലും. ജഗനോട് എന്റെ അന്വേഷണം പറയണം. അത്രയും പറഞ്ഞ് നയോമി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയിട്ടും ജാൻവി കുറച്ചു സമയം അവിടെ തന്നെ ഇരുന്നു. ജഗനോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നയോമി ജാൻവിയുടെ മനസ്സിൽ എന്നും ഒരു ചെറിയ നോവായിരുന്നു. മനസ്സുകൊണ്ട് നയോമി ഒരുപാട് ആഗ്രഹിച്ച ആളാണ് തന്റെ ജീവിതത്തിലേക്ക് ഒട്ടും താല്പര്യമില്ലാതെ കടന്നു വന്നത്. തങ്ങളിപ്പോൾ സാധാരണ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം മറ്റൊരാളുടെ വലിയ സ്വപ്നമായിരുന്നു എന്ന ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് ജാൻവിയെ കുത്തി നോവിക്കാറുണ്ട്. എന്നാലിപ്പോൾ നേരിട്ട് നയോമിയെ കണ്ടപ്പോൾ മനസ്സിന്റെ പകുതി ഭാരം കുറഞ്ഞതുപോലെ ജാൻവിക്ക് തോന്നി. അതിനുശേഷം ജാൻവി താഴേക്കിറങ്ങി. ജഗന് വേണ്ടിയുള്ള ഷർട്ട് നോക്കാനായി അവൾ പല ഷോപ്പുകളിൽ കയറിയിറങ്ങി. ഒടുക്കം അവൾ കയറി ഇഷ്ടപ്പെട്ട 2-3 ബ്രാൻഡഡ് ഷർട്ടുകൾ അവനു വേണ്ടി വാങ്ങി. എല്ലാം വാങ്ങിയ ശേഷം വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് ഗ്രോസറി കൂടി അവൾ മേടിച്ചു. അതിനുശേഷമാണ് അവൾ തിരികെ ഫ്ലാറ്റിലേക്ക് പോയത്. വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു ജാൻവിക്ക്. രാവിലെ മുതൽ ഒരു ആഹാരവും കഴിച്ചിട്ടില്ല. മിക്കവാറും അതിന്റെ ക്ഷീണമാവും ഇതെന്ന് അവൾ മനസ്സിൽ പെറുപിറുത്തു. എങ്കിലും അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ നയോമിയുമായിട്ടുള്ള കണ്ടുമുട്ടൽ ഒരു വേദനയായി നിലകൊണ്ടു. അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. ഫ്രിഡ്ജിൽ നിന്ന് തണുത്തൊരു കുപ്പി വെള്ളമെടുത്ത് കുടിച്ചു. വെള്ളം ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. തനിച്ചേ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ജഗൻ വരുന്നതിന് തൊട്ടു മുമ്പായി രാത്രി ഡിന്നറിന് എന്തെങ്കിലും ഉണ്ടാക്കും. അതൊക്കെയായിരുന്നു ഇപ്പോൾ അവരുടെ രീതികൾ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ജഗനാണ് ഉണ്ടാക്കുന്നത്. ടോസ്റ്റോ സാൻഡ്വിച്ചോ അങ്ങനെ ലളിതമായ എന്തെങ്കിലും അവൻ തയ്യാറാക്കാറുണ്ട്. ആഹാരമൊക്കെ കഴിഞ്ഞ് പതിയെ റൂമിലേക്ക് വന്ന ജാൻവി ഇരുന്ന ഇരിപ്പിൽ തന്നെ ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് അവൾ പെട്ടെന്നൊന്നും ഉണർന്നില്ല. ജഗൻ വന്ന് 3-4 പ്രാവശ്യം കോളിംഗ് ബെൽ അടിച്ചതും ജാൻവി വന്ന് വാതിൽ തുറക്കാതായതോടെ അവൻ കാര്യം ഊഹിച്ചു. മിക്കവാറും അവൾ നല്ല ഉറക്കത്തിലായിരിക്കുന്നു. അതുകൊണ്ട് ജഗൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അതിനുശേഷം മുറിയിലേക്ക് വരുമ്പോൾ ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന ജാൻവിയെയാണ് അവൻ കണ്ടത്. അവളുടെ ആ കിടപ്പ് കണ്ടപ്പോൾ അവന് വിളിച്ചുണർത്താൻ തോന്നിയില്ല. മെല്ലെ ബാത്റൂമിൽ കയറി ഫ്രഷായി തിരികെ ഇറങ്ങി. അവൻ നേരെ കിച്ചണിൽ പോയി ഒരു കോഫി ഉണ്ടാക്കി. അതുമായി വന്ന ശേഷമാണ് അവൾ കടുത്തേക്ക് ചെന്ന് വിളിച്ചത്. പെട്ടെന്നൊരു ഞെട്ടലോടെ ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റവൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് പുറത്ത് പടർന്നു നിൽക്കുന്ന കനത്ത ഇരുട്ടാണ്. ഞാൻ ഇത്രയും നേരം ഉറങ്ങിയോ? ജാൻവി ഒട്ടും വിശ്വസിക്കാനാവാതെ ജഗനെ നോക്കി ചോദിച്ചു. എപ്പോഴാണ് കിടന്നതെന്ന് ജഗൻ തിരിച്ചു ചോദിച്ചു. ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാകും. ഇപ്പോ സമയം ഏകദേശം 8 മണിയായി. ജഗൻ പറഞ്ഞതും ജാൻവി തലയ്ക്ക് കൈകൊടുത്തു. എന്താണ്, താൻ ഓക്കെ അല്ലേ? അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ക്ഷീണം കണ്ട് ജഗൻ ചോദിച്ചു. ഓക്കെയാണ്, പക്ഷെ വല്ലാത്തൊരു തലവേദന പോലെ. ഇത്രയും നേരം കിടന്നുറങ്ങിയിട്ടും തലവേദനയോ? ഹോസ്പിറ്റലിൽ പോകാൻ ജാനി? ഏയ് വേണ്ട, കുറച്ച് കഴിഞ്ഞ് മാറും. എങ്കിൽ പിന്നെ ഒന്ന് ഫ്രഷായി വരൂ. അപ്പോഴേക്കും അത് മാറും. ഞാൻ ദാ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്, അവൻ പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് ജാൻവി ബാത്റൂമിലേക്ക് നടന്നു. അവളുടെ വല്ലാതെ അസ്വസ്ഥമായിരുന്നു ആ സമയം. ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട്
കായൽ ഭംഗി ആസ്വദിച്ച് ബാൽക്കണിയിൽ നിൽക്കുകയാണ് ജാൻവി. ദാ തന്റെ കോഫി. അതും പറഞ്ഞുകൊണ്ടാണ് ജഗൻ അവളുടെ അടുത്തേക്ക് വന്നത്. ഒരു കൈയിൽ കോഫി വാങ്ങി മറു കൈയാൽ അവൾ അവനെ ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. എന്തുപറ്റി ജാൻവി, താൻ ഓക്കെ അല്ലേ? അതെ, ഒരു മൂളലോടെ അവൾ മറുപടി നൽകി. പക്ഷേ തന്റെ മുഖം കണ്ടിട്ട് താൻ അത്ര ഓക്കെ അല്ലാത്തതുപോലെ തോന്നുന്നു. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അമ്മയോ അച്ഛനോ ആരെങ്കിലും വിളിച്ചിരുന്നോ തന്നെ? ഇല്ല ജഗൻ, ഇന്നുണ്ടല്ലോ ഞാൻ വെറുതെ ഇവിടെ ബോറടിച്ചപ്പോ ഒന്ന് പുറത്തേക്ക് പോയിരുന്നു. അപ്പോൾ നയോമിയെ കണ്ടു. ജാൻവി നയോമിയുടെ പേര് പറഞ്ഞതും ജഗന്റെ മുഖം വല്ലാതായി. നയോമിയുമായിട്ടുള്ള സംഭാഷണങ്ങളെല്ലാം ജാൻവി ജഗനോട് പറഞ്ഞു. അവന്റെ മനസ്സിൽ തണുപ്പ് വീണതുപോലെ ഒരു തോന്നലുണ്ടായി. ജാൻവിയുമായി നല്ല സ്നേഹത്തിലാണെങ്കിൽ പോലും നയോമി പലപ്പോഴും തന്റെ മനസ്സിൽ ഒരു നോവായി തന്നെ നിലകൊണ്ടിരുന്നു. നയോമി എന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മ വരുന്നത് വിവാഹവേഷത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തന്റെ വീട്ടുപടിക്കൽ വന്നവളാണ്. പിന്നീട് അവൾ അവിടെ എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷെ അതൊക്കെ അവളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞതാണെന്ന് ജഗന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും നല്ലൊരു സുഹൃത്തായിരുന്നു. ജീവിതം എന്തൊക്കെ നിഗൂഢതകൾ നിറഞ്ഞതാണെന്ന് ഓർക്കുകയായിരുന്നു ജഗനപ്പം. ഒരിക്കലും ഭാര്യാസ്ഥാനത്ത് താൻ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു പെണ്ണാണ് ഇന്ന് തന്റെ താലിയും അണിഞ്ഞ് ജീവന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നത്. പ്ലാൻ ചെയ്യുന്നതൊന്ന്, പക്ഷെ നടപ്പാക്കുന്നത് മറ്റൊന്ന്. ജഗൻ മനസ്സിലോർത്തു. ജാൻവി വീണ്ടും അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനെ കൂടുതൽ മുറുക്കത്തോടെ ചുറ്റിപ്പിടിച്ചു. ജഗൻ ഒരു ദിവസം നയോമിയെ കാണണം, പരസ്പരം സംസാരിക്കണം. മനസ്സിൽ എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു മാറ്റണം. ജാൻവി ജഗന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. ഒരു മൂളലോടെ പതിയെ ജാൻവിയുടെ പുറത്ത് തട്ടിക്കൊടുത്ത് ജഗൻ. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്ക് തീരെ വിശപ്പില്ല ജഗൻ. ദാ കോഫി മാത്രം മതി. ജഗൻ കഴിച്ചിട്ട് കിടന്നു. ഇത്രയും നേരമായിട്ടും താനൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് ഉറപ്പായും അവൻ പുറത്തൊന്നും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടാകുമെന്ന് ജാനിക്ക് അറിയായിരുന്നു. എടോ, എന്തെങ്കിലും ഇത്തിരി കഴിച്ചിട്ട് കിടക്കുക. ഞാൻ തന്റെ ഫേവറേറ്റ് ഫുഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വെജ് ഫ്രൈഡ് റൈസ് ആണോ? ജാൻവി അതീവ താല്പര്യത്തോടെ ചോദിച്ചു. അതിനൊരു ചിരിയോടെ ജഗൻ തലകുലുക്കിയതും ജാൻവി നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ശേഷം ഇരുവർക്കുമുള്ള പ്ലേറ്റുമായി വന്ന് കസേരയിലേക്കിരുന്നു. ആവേശത്തോടെ കുറച്ചേറെ ഭക്ഷണം തന്റെ പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത മടുപ്പ് തോന്നി. ഒപ്പം ഒരു നേരത്തെ തലവേദനയും. ഇത്രയും നേരം കിടന്നുറങ്ങിയതിന്റെ ആവും ജാൻവി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ ഭക്ഷണം ഒരുവിധം വാരി വാരി കഴിച്ചു. പക്ഷെ എന്തോ അവൾക്കത് കഴിച്ചു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇനിയും കഴിച്ചു തീരാത്ത ഭക്ഷണത്തിലേക്ക് വിരലിട്ടിളക്കി അലസമായി ഇരിക്കുന്നവളെ ജഗനൊരു ശ്വാസനയോടെ നോക്കി. അത് മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേക്ക് ജാൻവി, അവൻ അല്പം ശബ്ദമുയർത്തി പറഞ്ഞതും ജാൻവി അവനെ ഇടം കണ്ണിട്ടൊന്നു നോക്കി. പ്ലീസ് ജഗൻ, എനിക്ക് മതി, തീരെ വിശപ്പില്ല. മുഖത്തെ നിഷ്കളങ്ക പാവം വരുത്തി പറയുന്നവളെ ജഗനൊന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നെ അവളെ കൂടുതൽ നിർബന്ധിക്കാൻ അവനും പോയില്ല. ഓക്കെ, എങ്കിലും ഒരു കാര്യം ചെയ്യ്, തനിക്ക് വയ്യെങ്കിൽ അവിടെ വെച്ചിട്ട് പോയിക്കോ. താങ്ക് യു ജഗൻ. അതും പറഞ്ഞുകൊണ്ട് അവൾ ധൃതിയിൽ വാഷ് ബേസിന് അടുത്തേക്ക് നടന്നു. കൈയും കഴുകി വീണ്ടും ബാൽക്കണിയിൽ തന്നെ വന്ന് നിൽപ്പു തുടർന്നു. അല്പസമയത്തിന് ശേഷം ജഗനും അവൾക്ക് അടുത്തേക്ക് വന്നു. നാളെ നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പോയാലോ? ഏറെ നേരത്തിന് ശേഷം ജാൻവിയാണത് ചോദിച്ചത്. ജഗൻ വിശ്വാസം വരാത്ത പോലെ അവളെ നോക്കി. ആഹാ, തനിക്കിതിലൊക്കെ വിശ്വാസമുണ്ടോ? സാധാരണ താൻ അമ്പലങ്ങൾക്കും ദൈവങ്ങൾക്കും ഒക്കെ എതിരാണല്ലോ. ജഗൻ പറഞ്ഞപ്പോൾ അവൾ അവന്റെ കയ്യിൽ നേർമയായി ഒന്ന് നുള്ളി. ഞാൻ ആർക്കും എതിരൊന്നുമില്ല. പിന്നെ ഈ ഉടുത്തൊരുങ്ങി എപ്പോഴും അമ്പലത്തിൽ പോകുന്നതിനോട് എത്ര താല്പര്യമില്ലെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്കെന്ത് ഇഷ്ടക്കേടാണ് ദൈവങ്ങളോട്. നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തൊരു കൃഷ്ണക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ പോയാലോ? ഓഹോ, അപ്പൊ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടാണ് ഇയാൾ ചോദിക്കുന്നതല്ലേ? ജഗന് പിന്നെയും തമാശയാണ്. ജഗൻ, ഒരാൾ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോൾ അതിനെ കോമഡി ആക്കല്ലേ? ജാൻവി ചൊടിയോടെ പറഞ്ഞു. എടോ, നമുക്ക് പോകാം, അതിനിപ്പോ എന്താ? മറ്റന്നാൾ എന്തായാലും ജഗന്റെ പിറന്നാളാണ്. അന്ന് നമ്മൾ മാണിക്യമംഗലത്തേക്ക് പോകൂലോ. അപ്പൊ പിന്നെ ക്ഷേത്രത്തിൽ പോക്കൊന്നും നടക്കില്ല. ജാൻവി പറഞ്ഞു. അവിടെ ചെന്നാൽ നമുക്ക് കുടുംബക്ഷേത്രത്തിൽ പോകാമല്ലോ. ജഗൻ മറുപടിയും കൊടുത്തു. അതെല്ലാവർക്കും ഒപ്പമല്ലേ, ഇത് നമ്മൾ രണ്ടാളും മാത്രമായിട്ട്. ജാൻവി ചിരിയോടെ പറഞ്ഞപ്പോ ജഗൻ അവളുടെ മുഖത്തെ ആ ചിരിയിലേക്ക് നോക്കി.
അവളുടെ കവിൾ വലിച്ചു വിട്ടു. ഓ, എനിക്ക് വേദനിച്ചു. ജാൻവി കവിൾത്തടം തിരുമ്മിക്കൊണ്ട് പറഞ്ഞതും ജഗൻ അവളെ ചേർത്ത് പിടിച്ചു. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? കിടക്കണ്ടേ? നാളെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ട് വേണം എനിക്ക് നേരെ ഓഫീസിൽ പോവാൻ. മറുപടിയായ ഒരു മൂളലോട് അകത്തേക്ക് കയറിയ ജാൻവിക്ക് പിന്നാലെ ജഗനും മുറിയിലേക്ക് നടന്നു. രാവിലെ ജഗൻ ഉണർന്നെഴുന്നേൽക്കും മുമ്പ് ജാൻവി എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. മുടിയൊക്കെ ഉണക്കി ഒരു സെറ്റ് സാരിയുമായി മൽപ്പിടുത്തം നടത്തുന്നവളെ കണ്ടുകൊണ്ടാണ് ജഗൻ എഴുന്നേൽക്കുന്നത് തന്നെ. അവൻ പെട്ടെന്ന് വിശ്വാസം വരാത്തതുപോലെ കണ്ണ് തിരുമ്മി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. താൻ കണ്ടത് സത്യമാണോ അതോ താൻ ഇനി സ്വപ്നം കാണുവാണോ എന്നൊരു ചിന്തയില്. സത്യാണ്, സ്വപ്നമല്ല, ജഗൻ മനസ്സിൽ പറഞ്ഞു. ശേഷം ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ താടിക്ക് കൈയും കൊടുത്ത് ജാൻവിയെ നോക്കി. അവൻ ഉണർന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അവളുടെ തൊട്ടുമുമ്പിൽ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്. അല്പനേരം സൂക്ഷിച്ചു കേട്ടപ്പോ ജഗന് മനസ്സിലായി അതൊരു യൂട്യൂബ് വീഡിയോ ആണെന്ന്. സാരി ഉടുക്കാൻ സ്വന്തമായി അറിയാത്തതുകൊണ്ട് വീഡിയോ നോക്കി ഉടുക്കാനുള്ള തത്രപ്പാടിലാണ് ജാൻവി. ജഗൻ പതിയെ എഴുന്നേറ്റ് വന്നു, അവളുടെ തോളിലേക്ക് പിടിച്ചു. ഞെട്ടലോട് ജാൻവി മുഖം തിരിച്ചു നോക്കി. എന്താ ജഗൻ? ഏയ്, എന്താ ഇവിടെ കാലത്ത് തന്നെ പരിപാടി? അത് പിന്നെ, എന്തായാലും നമ്മൾ ക്ഷേത്രത്തിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തല്ലോ. അപ്പം ഞാൻ കരുതി ഈ സാരി ഉടുത്തിട്ട് പോകാമെന്ന്. താനല്ലേ ഇന്നലെ കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞത് തനിക്ക് ഈ ഉടുത്തൊരുങ്ങി അമ്പലത്തിൽ പോകാനൊന്നും താല്പര്യമില്ലെന്ന്? അത് ഇന്നലെയല്ലേ, ഇത് ഇന്നല്ലേ? അവൾ അവനെ നോക്കി മുഖം കൂർപ്പിച്ചു പറഞ്ഞപ്പോ ഇതെന്തൊരു പാടാപ്പ എന്ന മട്ടിൽ ജഗൻ അവളെ തന്നെ നോക്കി. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, തനിക്കിതൊന്നും ഉടുക്കാൻ അറിയില്ലെങ്കിൽ ഉടുക്കാതിരുന്നാ പോരെ. അത് പറ്റില്ല, എനിക്കിത് ഉടുക്കണം. എങ്കിൽ പിന്നെ ഉടുത്തോ. അതും പറഞ്ഞുകൊണ്ടവൻ അലസമായി ബാത്റൂമിലേക്ക് കയറിപ്പോയതും ജാൻവി മടുപ്പോടെ ബെഡിലേക്കിരുന്നു. ഓ, ഇതൊക്കെ ഉടുപ്പിക്കുന്നവരെ സമ്മതിക്കണം. ആ മിതു ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഉടുത്തു തന്നിനെ. ജാൻവി ആലോചനയോടെ പറഞ്ഞു. ജഗൻ ഫ്രഷായി തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും ജാൻവി സാരിയുമായി അതേ നിൽപ്പ്. ജഗൻ, ദാ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ഉടുപ്പിച്ചതാ. ജാൻവി അവനെ നോക്കി പറഞ്ഞു. അയ്യടാ, തന്നെ സാരി ഉടുപ്പിക്കലല്ലേ എന്റെ പണി. വേണമെങ്കിൽ തന്നെത്താൻ ഉടുത്താൽ മതി. നോക്ക് ജാൻവി, മര്യാദയ്ക്ക് വേറെന്തെങ്കിലും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് വരാൻ നോക്ക്. എടോ, ഇതൊന്നും തനിക്ക് പറഞ്ഞ പണിയല്ല. ജഗൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ തോളി കൈവച്ചപ്പോ ഒറ്റ തട്ടായിരുന്നു ജാൻവി. പറ്റില്ല, ഈ സാരി ഉടുത്തുകൊണ്ടേ ഞാൻ ഇന്ന് അമ്പലത്തിൽ വരൂ. ജാൻവി പിടിവാശി കാണിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ ചുണ്ടു ചുളുക്കിക്കൊണ്ട് വീണ്ടും ബെഡിലേക്ക് തന്നെ വന്നിരുന്നു. ഇത് വലിയ കഷ്ടായല്ലോ. അതും പറഞ്ഞുകൊണ്ട് ജഗൻ അവൾക്കടുത്തേക്ക് വന്നു. ഓരോ ഭർത്താക്കന്മാര് ഭാര്യമാരെന്തേലും ആവശ്യം പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കും. ഇവിടെ ഒരാളുണ്ട്. ആ, വിധി, അല്ലാതെ എന്തു പറയാൻ. ഒരു നെടുവീർപ്പോടെ അവനെ നോക്കി പറയുന്ന ജാൻവിയെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് ജഗൻ. സത്യം പറ, താനീ അടുത്ത് മലയാളം മൂവി ഏതെങ്കിലും കണ്ടോ? ഇല്ല. സീരിയൽ? ഏയ്, ഞാനതൊന്നും കാണാറില്ല. പിന്നെ എങ്ങനെ വരുന്ന ഇമാതിരി ഡയലോഗൊക്കെ? ജഗനത് ചോദിച്ചപ്പോ ജാൻവി അവനെ നോക്കി ചമ്മിച്ചിരിച്ചു. ശേഷം ജഗൻ ആ വീഡിയോ ഒന്ന് കണ്ടു. പിന്നെ അവനും കൂടി അവളെ സാരി ഉടുക്കാൻ സഹായിച്ചു. ദേ ജാൻവി, ഇനി മേലിൽ ഇമാതിരി പണിയുമായിട്ട് വന്നേക്കരുത്, കേട്ടല്ലോ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇതൊക്കെ വാരിച്ചുറ്റി നടക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. തനിക്കാണെങ്കിൽ ഇതൊന്നും ഉടുക്കാനും അറിയില്ല, ഉടുത്തുകൊണ്ട് നടക്കാനും അറിയില്ല. പിന്നെ വെറുതെ. ജഗൻ എന്തോ പറയാൻ വന്നിട്ട് ബാക്കി പറയാതെ പാതിയെ നിർത്തിക്കളഞ്ഞു. ഞൊറിവെടുത്തുകൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാൻവി തിരിച്ചൊന്നും പറയാൻ നിന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ചിലപ്പോൾ ഇതെല്ലാം കൂടെ കളഞ്ഞിട്ട് പോയാൽ പിന്നെ താൻ എങ്ങനെ സാരി ഉടുക്കും? അതുകൊണ്ട് അവൾ പറയുന്നതിനെല്ലാം മൗനമായി മൂളിക്കൊണ്ട് നിന്നു. ഇതകത്തേക്ക് ഇൻസർട്ട് ചെയ്യ. പിടിച്ച ഞൊറിവുകളെല്ലാം കൂടി ജാൻവിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ജഗൻ പറഞ്ഞതും ജാൻവി അവനെ വശ്യതയോടെ നോക്കി. ജാൻവി, അമ്പലത്തിലേക്കാ പോകുന്നത്. അവനെ ഓർമ്മിച്ചപ്പോ അവൾ ചുണ്ടു ചുളുക്കി അവനെ നോക്കി. ഇനി അതിപ്പോ ഞാൻ കയ്യിലേക്ക് വാങ്ങിയിട്ട് കുത്തുമ്പോ അതൊക്കെ തെറ്റിപ്പോകും. ജഗൻ അങ്ങ് കുത്തിക്കോ. അവളത് പറഞ്ഞതും അവൻ മെല്ലെ സാരിക്കുള്ളിലേക്ക് കൈകടത്തി ചെറിയൊരു വിടവുണ്ടാക്കി ഞൊറിഞ്ഞെടുത്ത പ്ലീറ്റുകളെല്ലാം കൂടി ആ വിടവിലേക്ക് കുത്തിയിറക്കി വെച്ചു. ജാൻവി കണ്ണുകൾ ഇറുക്കിയടച്ചു നിൽക്കുകയാണ്. ജഗന്റെ അതിരങ്ങളുടെ പൊള്ളുന്ന ചൂട് അവളുടെ കഴുത്തിൽ പതിഞ്ഞു. അതെ, ഇനി ഇങ്ങനെ നിന്ന് സമയം പോകും. വേഗം റെഡിയായി വരാൻ നോക്ക്. അവൻ പറഞ്ഞുകൊണ്ട് അലമാരിയിൽ നിന്ന് ഒരു മുണ്ടും ഷർട്ടും എടുത്തു ധരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ജാൻവിയെ ശ്രദ്ധിക്കുന്നത്. ജാൻവി ഇട്ടിരിക്കുന്ന കറുത്ത കളർ ബ്ലൗസിന് മാച്ചായിരിക്കുന്ന അതേ ഷർട്ടാണ് ജഗൻ ധരിച്ചിരിക്കുന്നത്.
ഏറെ നേരം അവരിരുവരും കണ്ണാടിയിലേക്ക് നോക്കി നിന്നു. പിന്നെ ഒരു സെൽഫിയൊക്കെ എടുത്ത ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. ഫ്ളാറ്റിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളായിരുന്നതുകൊണ്ട് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇരുവരും ഓരോ നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അമ്പലത്തിലേക്ക് പോയി കണ്ണനെ കണ്ടു തൊഴുതു. ജഗന് വേണ്ടി പ്രത്യേക വഴിപാടും കഴിപ്പിച്ചു അവൾ. ഇരുവരും പരസ്പരം ചന്ദനം തൊട്ടുകൊടുത്തു. മുമ്പ് എപ്പോഴോ സ്വപ്നങ്ങളെ കണ്ടു മറന്നതുപോലൊരു മൊമെന്റ് ആയിരുന്നു ജാൻവിക്കത്. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ശർക്കര പായസം വാഴയിലയിലാക്കി. അതും കഴിച്ചാണ് ജാൻവിയുടെ നടപ്പ്. ജഗനാണെങ്കിൽ അക്ഷമയോടെയാണ് അവൾക്കൊപ്പം നടക്കുന്നത്. എന്റെ ജാൻവി, താനൊന്ന് പെട്ടെന്ന് നടക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് റെഡിയായി ഓഫീസിലേക്ക് പോവാൻ. അവൻ പറഞ്ഞതും അവൾ നടത്തിന്റെ വേഗത കൂട്ടി. ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഇത്രയും സ്പീഡിൽ നടക്കാൻ പറ്റുള്ളൂ ജഗൻ? ആ, ഞാൻ ആവശ്യപ്പെട്ടോ ഇതെടുത്തു കൊടുക്കാന്? ജഗൻ ചോദിച്ചപ്പോ അവനെ രൂക്ഷമായി നോക്കിയതല്ലാതെ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. തിരിച്ചു വരുമ്പഴേ തന്നെ ഇരുവരും ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ശേഷം ഫ്ളാറ്റിൽ വന്ന് ജഗൻ പെട്ടെന്ന് തന്നെ റെഡിയായി. ജഗൻ പോയിട്ടും ജാൻവി വസ്ത്രം പോലും മാറാൻ കൂട്ടാക്കാതെ വല്ലായ്മയോടെ ബെഡിലേക്കിരുന്നു. ഇതിപ്പോ എന്താ ഇങ്ങനെ? അവൾ മനസ്സിലോർത്തു. അവളുടെ ചിന്തകൾ കുറച്ച് ദിവസങ്ങൾ പിന്നിലേക്ക് നീണ്ടു. എന്തൊക്കെയോ ഓർമ്മകൾ അവളുടെ ഉള്ളിലേക്ക് തികട്ടി തികട്ടി വന്നു. ജാൻവിക്ക് കണ്ണു നിറഞ്ഞു. അവൾ കണ്ണാടിക്ക് മുന്നിലേക്ക് ചെന്നു നിന്നു. സാരി വകഞ്ഞു മാറ്റി തന്റെ നഗ്നമായ വയറിലേക്ക് സൂക്ഷിച്ചു നോക്കി. മെല്ലെ അവളുടെ കൈകൾ അവിടേക്ക് ചേർന്നു. ജാൻവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹൃദയതാളം വർദ്ധിച്ചു. തളർച്ചയോടെ ജാൻവി വീണ്ടും ബെഡിലേക്കിരുന്നു. എത്ര നേരം ആ ഇരിപ്പിരുന്നെന്ന് അവൾക്ക് പോലും ഊഹമില്ല. ജാൻവി പെട്ടെന്ന് തന്നെ എണീറ്റു. വസ്ത്രമൊന്നും മാറാൻ നിന്നില്ല. അതേ വേഷത്തിൽ തന്നെ പുറത്തേക്കിറങ്ങി നേരെ കാറും പോയി. ഫ്ളാറ്റിനടുത്ത് തന്നെയുള്ള ഒരു മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിലാണ് അവളുടെ വണ്ടി ചെന്ന് നിന്നത്. ചന്ദനമൊക്കെ തൊട്ട് നാടൻ വേഷത്തിൽ പെട്ടെന്നൊരു പെൺകുട്ടി വന്നതും മെഡിക്കൽ സ്റ്റോറിലെ പ്രായം കുറഞ്ഞ ജീവനക്കാരൻ അവളെ കണ്ണുകൊണ്ടൊന്ന് ഒഴിഞ്ഞു നോക്കി. എന്താ ചേച്ചി വേണ്ടത്? പ്രഗ്നൻസി കിറ്റ്. അത് പറഞ്ഞപ്പോൾ ജാൻവിക്ക് വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ട്. തിരികെ ഫ്ളാറ്റിലേക്കുള്ള യാത്രയിൽ അവൾക്കുടൽ ഒന്നാകെ വെട്ടിവെറിച്ചു. ഒരിക്കലും ഇതൊരു സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ഒരു കുഞ്ഞെന്നത്. അവൾക്ക് ആ സമയം എങ്ങനെ പെരുമാറണമെന്നറിയില്ല. വണ്ടി പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റിനടുത്തേക്ക് അവൾ ഓടുകയായിരുന്നു. എങ്ങനെയോ ഒരുവിധം ഓടി മുറിയിലെത്തി. ഉടുത്തിരുന്ന സാരിയെല്ലാം ഊരിക്കളഞ്ഞു പാവാടയും ബ്ലൗസും മാത്രം ഇട്ടുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് കയറി. ആകാംക്ഷയോടെ പ്രഗ്നൻസി കിറ്റിലേക്ക് നോക്കിയിരുന്നു. ആദ്യം ഒരു വര തെളിഞ്ഞു. ജാൻവിക്ക് കണ്ണു നിറഞ്ഞിട്ടൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മെല്ലെ മെല്ലെ തെളിഞ്ഞു വന്നൊരു രണ്ടാമത്തെ വര. ജാൻവി വാപത്തി കരഞ്ഞു. ഉറക്കെ കരഞ്ഞു. കുറേയേറെ സമയം അവൾ ആ ഇരിപ്പ് അവിടെ തന്നെ ഇരുന്നു. തിരികെ മുറിയിലേക്ക് വരുമ്പോൾ അവളുടെ കണ്ണും മുഖവുമെല്ലാം ചുവന്നു വീർത്ത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മറ്റാരാക്കാളും മുമ്പ് ആദ്യം അറിയേണ്ടത് ജഗനാണെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ മിഥുവിനെ വിളിക്കാൻ തീരുമാനിച്ച അവൾ ജഗനെ വിളിക്കാനായി തുടങ്ങി. പിന്നെ പെട്ടെന്ന് തന്നെ അവൾക്ക് ഓർമ്മ വന്നത് ജഗന്റെ ബർത്ത്ഡേയുടെ കാര്യമാണ്. ഇതിലും വലിയൊരു പിറന്നാൾ സമ്മാനം അവനിനി കിട്ടാനുണ്ടോ? അവൾ മനസ്സിലോർത്തതും അറിയാതെ ആ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു വന്നു. തൽക്കാലം ഇപ്പൊ പറയണ്ട, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മെല്ലെ ആ കിറ്റ് സൂക്ഷിച്ചു വെച്ചു. ശേഷം വസ്ത്രം മാറി. പിന്നെ നേരെ ഫ്രിഡ്ജിനടുത്തേക്ക് പോയി ഫ്രീസർ തുറന്ന് അതിൽ നിന്നും അല്പം ഐസ്ക്രീം എടുത്തു കഴിച്ചു. സന്തോഷവാർത്ത അറിഞ്ഞാൽ മധുരം കഴിക്കണം. ജാൻവി ഇടം കൈകൊണ്ട് വയറിനെ തലോടി സന്തോഷത്തോടെ കണ്ണുകൾ ഇറുക്കിയടിച്ച് ഏറെ നേരം നിന്നു. സമയം വളരെ പെട്ടെന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജഗൻ വൈകിട്ട് വരുമ്പോഴേക്കും ജാൻവി അവനു വേണ്ടി ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കി. ടയേർഡായി അകത്തേക്ക് വന്ന ജഗൻ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഡൈനിങ് ടേബിളിൽ മൂടി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ഒന്നൊന്നായി തുറന്നു നോക്കി. ശേഷം റൂമിലേക്ക് ചെല്ലുമ്പോൾ കണ്ടത് ജാൻവി ബെഡിൽ കിടന്നുറങ്ങുന്നതാണ്. അവനൊരു സംശയത്തോടെ അവളെ നോക്കി. ഈ ഇടയായിട്ട് ഭയങ്കര ഉറക്കമാണല്ലോ. അതെങ്ങനാ? കോളേജിലൊന്നും പോകുന്നില്ലല്ലോ. വെറുതെ ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നതാകും അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചുണർത്താതെ തന്നെ ഫ്രഷായി തിരികെ ഇറങ്ങി വന്നു. പതിവ് പോലെ ഒരു കോഫിയും എടുത്തുകൊണ്ട് അവൾ കരികിലേക്ക് ചെന്നു. പിന്നെ മെല്ലെ അവളെ വിളിച്ചുണർത്തി. ജാൻവി ഒരുപാട് സന്തോഷത്തോടെ ജഗന്റെ മുഖത്തേക്ക് നോക്കി. ശേഷം അവനെ ഇറുക്കി പിടിച്ചു. അവളെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നേരെ ബാൽക്കണിയിലേക്ക് വന്നു നിന്നു. ഒരുപോലെ ഇരുവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയായി മാറിയിരുന്നത്. ആ ബാൽക്കണിയും അവിടെ നിന്ന് നോക്കിക്കാണുന്ന കാഴ്ചകളുമൊക്കെ. ജഗന്റെ കൈ തന്റെ വയറിൽ മുറുകിയപ്പോൾ
ജാൻവി കണ്ണുകൾ ഇറുക്കിയടച്ചു നിന്നു. തുടരും.